BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. 33ാമത് ബഹ്റൈൻ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിന് തുടക്കമായി. ഈജിപ്ഷ്യൻ ഓപ്പറ ഗായിക ഹാത്മയുടെയും നാദർ അബ്ബാസിയുടെയും നേതൃത്വത്തിലുള്ള കെയ്റോ ഓപ്പറ ഓർക്കസ്ട്രയുടെയും പ്രകടനത്തോടെയാണ് ഫെസ്റ്റിവൽ ബഹ്റൈൻ നാഷണൽ തിയേറ്ററിൽ ആരംഭിച്ചത്. ബഹ്റൈൻ വാർത്താ വിതരണ മന്ത്രി ഡോക്ടർ റംസാൻ ബിൻ അബ്ദുള്ള അൽ നോയ്മി, യുവജന കായികകാര്യ മന്ത്രി റവാൻ ബിൻ നജീബ് തൗഫീഖി, ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസ് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ എന്നിവർ പങ്കെടുത്തു. ഒക്ടോബർ 24 വരെ ബഹ്റൈനിലെ വിവിധ വേദികളിൽ സംഗീത പ്രകടനങ്ങൾ നടക്കും. സമാപന പരിപാടിയായി ബഹ്റൈൻ നാഷണൽ തിയേറ്ററിൽ ബഹ്റൈൻ ഹിൽ ഹാർമോണിക് ഓർക്കസ്ട്രയുടെ 2 പ്രകടനങ്ങൾ അരങ്ങേറും. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മവാർഷികവും അന്താരാഷ്ട്ര അഹിംസാ ദിനവും ആദരിച്ചു. ഇന്നലെ നടന്ന ചടങ്ങിൽ ബഹ്റൈൻ പ്രതിനിധി കൗൺസിൽ അംഗങ്ങളായ എച്ച് അബ്ദുള്ള ഖലീഫ അൽ റൊമൈഹി, എച്ച് മുഹമ്മദ് ഹുസൈൻ ജനാഫി, എച്ച് ഹസൻ ഈദ് ബുക്കമസ്, ബഹ്റൈൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഇന്ത്യൻ ബഹ്റൈൻ കമ്മ്യൂണിറ്റി അംഗങ്ങളും പങ്കെടുത്തു. ഇന്ത്യൻ സ്ഥാനപതി ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബും എംബസി ഉദ്യോഗസ്ഥരും രാഷ്ട്രപിതാവിന് പുഷ്പങ്ങൾ അർപ്പിച്ചു. അംബാസഡർ അറബിയിലും ഇംഗ്ലീഷിലും സ്വാഗത പ്രസംഗം നടത്തി. ഗാന്ധിയൻ തത്വചിന്തയുടെ പൈതൃകത്തെക്കുറിച്ചും അവ ആഗോളതലത്തിൽ ചെലുത്തിയ ആഴത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും ബഹ്റൈൻ പാർലമെന്റ് അംഗങ്ങൾ സംസാരിച്ചു. അറബ് ലോകത്ത് ഗാന്ധി വഹിച്ച പങ്കിനെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. ചടങ്ങിൽ മഹാത്മാഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ചിത്ര പ്രദർശനവുമുണ്ടായിരുന്നു. ശുചിത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി എംബസി 2024 സെപ്റ്റംബർ 14 മുതൽ ആരംഭിച്ച സ്വച്ഛതാ ഹി സേവ എന്ന ക്യാമ്പയിനും നടത്തി. ബഹ്റൈൻ കേരളീയ സമാജം എന്റർടൈൻമെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഡാൻസ് മ്യൂസിക് പരിപാടി ധൂം ധലാക്കയുടെ 2024 പതിപ്പ് ധൂം ധലാക്ക സീസൺ 6 ഡിസംബർ 17 നടക്കും. സമാജം DJ ഹാളിൽ ഓണാഘോഷ പരിപാടികൾക്കിടെ M. വിൽസൺ MLA ധൂം ധലാക്ക സീസൺ 6ന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനം ചെയ്തിരുന്നു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ധൂം ധലാക്ക കൺവീനർ ദേവൻ പാലോട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ധൂം ധലാക്ക കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. പരിപാടി ഈ വർഷം ബഹ്റൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 17 നടക്കുക. 2.5 മണിക്കൂർ ദൈർഘ്യത്തിൽ നോൺ സ്റ്റോപ്പായി ഒരുക്കുന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും ബഹ്റൈനിൽ നിന്നുമുള്ള ഡാൻസ് മ്യൂസിക് കലാകാരന്മാരുടെ വിവിധ ട്രൂപ്പുകൾ പങ്കെടുക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള മാർഗങ്ങൾ തയ്യാറാക്കിയെന്ന കേന്ദ്ര സർക്കാർ. കപ്പൽ മാർഗം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുക. ഇത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഏകദേശം 20,000-ലധികം ഇന്ത്യക്കാർ ഇസ്രായേലിൽ താമസിക്കുന്നതായാണ് കണക്ക്. ഇവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. 56 വർഷത്തിന് ശേഷം മഞ്ഞുമലയിൽ കണ്ടെത്തിയ മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. ഉച്ചയ്ക്ക് 1:30 പ്രത്യേക വ്യോമസേനാ വിമാനത്തിലാണ് മൃതദേഹം ചണ്ഡീഗഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാരം ഇന്ന് പത്തനംതിട്ടയിൽ വെച്ച് നടക്കും. 1968 അപകടത്തിൽ കാണാതായ മറ്റ് സൈനികർക്കായി ഹിമാചലിലെ റോഹ്താങ് ചുരത്തിൽ സൈന്യം തെരച്ചിൽ തുടരുകയാണ്. മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും മന്ത്രിമാരും തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ആരോഗ്യമന്ത്രി വീണ ജോർജ്, പാങ്ങോട് സൈനിക ക്യാമ്പ് മേധാവി ബ്രിഗേഡിയർ MP സലീൽ, വ്യോമ സ്റ്റേഷൻ ഡയറക്ടർ ക്യാപ്റ്റൻ TN മണികണ്ഠൻ, സൈനിക ക്ഷേമ ബോർഡ് ഡയറക്ടർ ക്യാപ്റ്റൻ ഷീബ രവി തുടങ്ങിയവർ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. സൈനികരുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം മൃതദേഹം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ സൈനിക അകമ്പടിയോടെ സ്വദേശമായ പത്തനംതിട്ടയിലെ ഇലന്തൂരിലേക്ക് കൊണ്ടുപോകും. 10 ദിവസത്തെ ലോക പ്രശസ്ത ദസറ ആഘോഷത്തിന് കൊട്ടാര നഗരമായ മൈസൂരു ഒരുങ്ങി. ഇന്നലെ രാവിലെ 9:15-നും 9:45-നും ഇടയിൽ ചാമുണ്ഡി ഹിൽസിലെ ചാമുണ്ഡേശ്വരി ക്ഷേത്ര പരിസരത്ത് സാഹിത്യകാരൻ H. നാഗരാജയ്യ നാഗദേവതയായ ചാമുണ്ഡേശ്വരിക്ക് പുഷ്പങ്ങൾ സമർപ്പിച്ച ദസറ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും നിരവധി മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളും മറ്റും കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം നൽകും. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിനെതിരെയും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു. ഫലപ്രദമായ സഹായം ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 140 കോടി ആദ്യ ഗഡു നേരത്തെ നൽകിയതാണ്. വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കൾ 2 പേരും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 10 ലക്ഷം നൽകും. മാതാപിതാക്കൾ ഒരാൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം നൽകും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മാതൃകാ ടൗൺഷിപ്പ് ഉണ്ടാക്കും. പൂരം കലക്കൽ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ ഇന്റലിജൻസ് ADGPയെ ചുമതലപ്പെടുത്തും. ADGP അജിത് കുമാറിന്റെ വീഴ്ച DGP റിപ്പോർട്ട് ചെയ്തു. ഇതിൽ വിശദ പരിശോധനയ്ക്ക് DGPയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ട അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ ലോറി ഉടമ മനാഫ്. അർജുന്റെ പേരിൽ താൻ ഒരു തരത്തിലുമുള്ള PR വർക്കോ പണപ്പിരിവോ നടത്തിയിട്ടില്ലെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. പണപ്പിരിവ് നടന്നോ എന്ന് ആർക്കും അന്വേഷിക്കാം. താൻ അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്ന് തെളിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും മനാഫ് പറഞ്ഞു. വൈകാരികമായി പ്രതികരിച്ചതിന് മനാഫ് അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ചു. കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്നും പരസ്പരം ചെളിവാരിയെറിഞ്ഞ് ശിരൂരിലെ ചരിത്ര ദൗത്യത്തിന്റെ മഹത്വം ഇല്ലാതാക്കണമെന്നും മനാഫ് അഭ്യർത്ഥിച്ചു. കിരീടം എന്ന ചിത്രത്തിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടൻ മോഹൻരാജ് അന്തരിച്ചു. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ കഞ്ഞിരക്കുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം. 300ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പാർക്കിൻസൺ രോഗബാധിതനായിരുന്നു. ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് 1 വർഷം മുൻപാണ് തിരുവനന്തപുരത്തെത്തിയത്. 1988 പുറത്തിറങ്ങിയ 3-ാം മുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി. ചിറകൊടിഞ്ഞ കിനാവുകളും റോഷോക്കുമായിരുന്നു അവസാനമായി പുറത്തിറങ്ങിയ മോഹൻരാജിന്റെ സിനിമകൾ. പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് നൽകിയ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത സ്ത്രീത്വത്തെ അപമാനിക്കൽ കേസ് ഹൈക്കോടതി റദ്ദാക്കി. എളമകര സ്വദേശി SV പരമേശ്വരയ്യർക്കെതിരെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലവിലുള്ള കേസാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ റദ്ദാക്കിയത്. 2018 ഏപ്രിലിൽ പരാതിക്കാരിയുടെ സ്ഥാപനത്തിന് മുന്നിൽ കാറ് പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധം പെരുമാറിയെന്നും ഭീഷണി മുഴക്കിയെന്നും ആരോപിച്ച് കടയുടമയായ സ്ത്രീ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കാനുള്ള ഉദ്ദേശത്തോടെ വാക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ മാത്രമാണ് ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പരാതിക്കാരി നൽകിയ അധിക മൊഴിയിലും ഹർജിക്കാരൻ ഉപയോഗിച്ച വാക്ക് പറയുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.